my dear students, my dear children. This is the part 3 class of our chapter 12 agricultural sector and innovative trends. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 12 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പാർട്ട് 1-2 വീഡിയോസ് ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് വ്യൂ ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ ഈ പാർട്ട് 3 ക്ലാസ്. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്നോ, ഇന്നവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. ഇന്നവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ. നമുക്കറിയാം, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താ കാണിക്കുന്നത്, ഇന്നവേറ്റീവ് ട്രെൻഡ്സ്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു ലേണിംഗ് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. വിച്ച് ആർ ദ ഇന്നവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ? അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിന്ന് പഠിക്കണം. ഓക്കെ, ഏറ്റവും പുതിയ ട്രെൻഡ്സാണ് ഈ ഇന്നവേറ്റീവ് ട്രെൻഡ്സ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. The agricultural sector in India has undergone a radical transformation in the last few decades. Which are the changes that have occurred? അതായത് നമ്മുടെ അഗ്രികൾച്ചർ, നമ്മൾ ഫ്രം ദ വെരി ബിഗിനിങ് നമുക്കൊന്ന് നോക്കാം. 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചു. അന്ന് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത് വളരെ പൂറായിരുന്നു. വളരെ കുറഞ്ഞ ഒരു പ്രൊഡക്ഷനുള്ള, അത്യാവശ്യം നമുക്ക് ഫുഡ് സെക്യൂരിറ്റി പോലും ഇല്ലാത്ത, ഫുഡിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. എന്നാൽ നമുക്കറിയാം, ഗ്രീൻ റെവല്യൂഷനിലോടുകൂടി നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ വളരെ വലിയ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയും ഗ്രീൻ റെവല്യൂഷൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എന്ത് സംഭവിച്ചു, നമ്മൾ ഫുഡ് സെക്യൂരിറ്റി നേടിയെടുക്കുകയും ചെയ്തു. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റായി മാറി. നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് മറ്റ് രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ തക്ക രീതിയിലേക്ക് ഇന്ത്യ നമ്മൾ വളർന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സായിട്ട്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ ഹാസ് അണ്ടർഗോൺ എ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഈ ഗ്രീൻ റെവല്യൂഷൻ കാലത്തെ ഒരു അഗ്രികൾച്ചറൽ സെക്ടർ അല്ല ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ വലിയ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ ഈ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ? വളരെ വലിയ ട്രാൻസ്ഫോർമേഷൻ, വളരെ പെട്ടെന്നുണ്ടാകുന്ന വലിയ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിന് വന്നുകൊണ്ടിരിക്കുന്നു. അതെന്തൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ അഗ്രികൾച്ചറൽ മെത്തേഡ് ടു മോഡേൺ അഗ്രികൾച്ചറൽ മെത്തേഡ് യൂസിങ് ന്യൂ ടെക്നോളജി. That is the main change we can notice in the agricultural sector in India. A shift from traditional agricultural method to modern agricultural method. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സിൽ നിന്നും മോഡേൺ മെത്തേഡിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഉപയോഗിക്കുക? വി യൂസ് ന്യൂ ടെക്നോളജി, new techniques, new technology, new machines, and we adopted innovative methods to increase productivity. Innovative methods or scientific methods to increase productivity we adopt. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഏറ്റവും വലിയ 2 റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചറൽ മെത്തേഡിൽ നിന്നും മോഡേൺ അഗ്രികൾച്ചറൽ മെത്തേഡിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. അതിന് നമ്മൾ ന്യൂ ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വി അഡോപ്റ്റ് ഇന്നവേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പുതിയ ട്രെൻഡിലേക്ക് വരാം. വിച്ച് ആർ ദ ഇന്നവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ? വിച്ച് ആർ ദ ഇന്നവേറ്റീവ് ട്രെൻഡ്സ്? ഏതൊക്കെയാണ് ഈ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ട്രെൻഡ്സ്? ഫസ്റ്റ് വൺ, റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. സെക്കൻഡ്, പോളി ഹൗസ് ഫാമിംഗ്. തേർഡ്, പ്രിസിഷൻ ഫാമിംഗ്. Fourth, digital farming. Fifth, vertical farming. And last, organic farming. ഇതിൽ almost all of them you are familiar with all these type of farming. റെയിൻ ഷെൽട്ടർ ഫാമിംഗ് നമ്മുടെ വീടുകളിൽ പോലും ഇന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഇന്നവേറ്റീവ് ട്രെൻഡാണ് റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെയിൻ
ഷെൽട്ടർ തന്നെയാണ് ആ ഫാമിങ്ങിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ പോളി ഹൗസ് ഫാമിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാം വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ഫാമിംഗ് രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ്. പോളി ഹൗസുകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ദെൻ പ്രിസിഷൻ ഫാമിംഗ്, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വേർഡാണ് പ്രിസിഷൻ ഫാമിംഗ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ദെൻ ഡിജിറ്റൽ ഫാമിംഗ്. ഡിജിറ്റൽ എന്ന വേർഡ് തന്നെ നമുക്കറിയാം. ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേ രീതിയിൽ ഡിജിറ്റൽ ഫാമിങ്ങും ഉണ്ട്. ഇപ്പോൾ അതൊരു ഇന്നോവേറ്റീവ് ട്രെൻഡാണ്. ഏറ്റവും പുതിയ ന്യൂ ടെക്നോളജിയാണ് ഡിജിറ്റൽ ഫാമിംഗ്. ദെൻ വെർട്ടിക്കൽ ഫാമിംഗ്, വെർട്ടിക്കൽ ഗാർഡൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്, അതേ രീതിയിലുള്ള ഒരു ഫാമിംഗ് രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ദെൻ ഓർഗാനിക് ഫാമിംഗ്, അത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ, നമ്മളെല്ലാവരും ഫെമിലിയർ ആയിരിക്കുന്ന, നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫാമിംഗ് രീതിയാണ് ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട്. ഓർഗാനിക് ഫാമിംഗ്, ഓൾ ദീസ് ആർ ദ ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് കമ്പയറിങ് പോളി ഹൗസ് ഫാമിംഗ് വിത്ത് റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. ഇപ്പോൾ 2 തരം ഫാമിങ്ങിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട് ഇന്നോവേറ്റീവ് ട്രെൻഡിൽ. ഒന്നാമത്തേത് റെയിൻ ഷെൽട്ടർ ഫാമിംഗ്, രണ്ടാമത്തേത് പോളി ഹൗസ് ഫാമിംഗ്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നും. ഈ പോളി ഹൗസും റെയിൻ ഷെൽട്ടറും ഒന്ന് തന്നെയാണോ? നോ, ഒന്ന് തന്നെയല്ല. റെയിൻ ഷെൽട്ടർ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ലോ ഗ്രേഡും പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ ഗ്രേഡുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന്, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എ റെയിൻ ഷെൽട്ടർ ഈസ് എ റൂഫ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്സ്. റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഒരു റൂഫ് ഉണ്ടാക്കുന്നു. ഓക്കെ, റൂഫ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്സ്. By using transparent polythene sheets as a canopy, the crops are protected from excessive rain. അപ്പോൾ ഈ എക്സസീവ് റെയിനിൽ നിന്നും നമ്മുടെ ക്രോപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ഒരു കവർ കൊടുക്കുന്നു, ഒരു റൂഫ് കവർ കൊടുക്കുന്നു. ദാറ്റ്സ് ദ റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. ഓക്കെ, റെയിൻ ഷെൽട്ടർ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു പോളിത്തീൻ റൂഫ് കവർ കൊടുത്തുകൊണ്ട് എക്സസീവ് റെയിനിൽ നിന്നും ക്രോപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. വി പ്രൊട്ടക്ട് ദ ക്രോപ്സ് ഫ്രം എക്സസീവ് റെയിൻ by giving a roof covered with the polythene sheets. That is only rain shelter farming. But this polyhouse farming is more higher grade than rain shelter farming. Polyhouse farming or greenhouse farming is a method of artificially creating a suitable environment for plant growth. In polyhouses, we artificially create a suitable environment for plant growth. അവിടെ നമ്മൾ കുറച്ചുകൂടി വലിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഈ പോളി ഹൗസിനകത്ത് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വി ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ഇൻ ദ പോളി ഹൗസ് യൂസിങ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി. അപ്പം നമുക്ക് അന്റാർട്ടിക്ക പോലെ വളരെ കോൾഡായിട്ടുള്ള ഏരിയയിലും നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിക്കാം, പോളി ഹൗസ് ഫാമിംഗ്. വൈ? അവിടെ എക്സ്ട്രീം കോൾഡിൽ നമുക്കറിയാം പ്ലാന്റ് ഗ്രോത്ത് അത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് തന്നെ പോളി ഹൗസിനുള്ളിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, അല്ലെ അതിനു വേണ്ട ചൂട്, അതിനു വേണ്ട എല്ലാ എൻവയോൺമെൻറ്റും നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏത് കോൾഡ് ഏരിയയിലും ഏത് ഹോട്ട് ഏരിയയിലും ഏത് റെയിനി ഏരിയയിലും നമുക്ക് ഈ പോളി ഹൗസിനുള്ളിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ക്രോപ്സിനെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ ഗ്രേഡിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട് ദ പ്ലാന്റ് ഫ്രം ഹീറ്റ്, റെയിൻ, കോൾഡ് ആൻഡ് സൺലൈറ്റ്. അപ്പോൾ എത്ര ട്രോപ്പിക്കൽ ഏരിയ ആണെങ്കിലും എത്ര ഫ്രിഡ്ജിഡ് ഏരിയ ആണെങ്കിലും നമുക്ക് ഏത് സൂട്ടബിളാണ്? പോളി ഹൗസ് ഫാമിംഗ്. It protects the plant from heat, rain, cold and sunshine or sunlight. Polyhouses are completely covered with the polythene sheets. അപ്പോൾ പോളി ഹൗസുകളെല്ലാം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന
ഹൗസസ് ആണ്. അവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഏത് കോൾഡിലും ഏത് ഹോട്ടിലും ഏത് റെയിനിലും ഏത് സൺലൈറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റ് ഗ്രോ ചെയ്യിക്കുന്നു. പോളി ഹൗസസ്. അപ്പോൾ നമുക്ക് ഏത് എക്സ്ട്രീം ക്ലൈമറ്റിലും പോളി ഹൗസ് ഉണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന്റ് ഗ്രോത്ത് നാച്ചുറൽ അത് സാധാരണ പോലെ തന്നെ നടന്നുള്ളൂ ഈ പോളി ഹൗസിനുള്ളിൽ. അപ്പോൾ ഇപ്പം കാനഡ പോലെയുള്ള കോൾഡ് ഏരിയയിലും അന്റാർട്ടിക്ക പോലെയുള്ള കോൾഡ് ഏരിയയിലും നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിലും ഈ ഒരു പോളി ഹൗസ് ഫാമിങ് വളരെ സ്യൂട്ടബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലായല്ലോ. റെയിൻ ഷെൽട്ടർ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു റൂഫ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ റെയിൻ ഷെൽട്ടർ. ബട്ട് ഇൻ പോളി ഹൗസ് വി ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് എ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ഇത് കണ്ടോ, ഇതെന്താണ്, പോളി ഹൗസാണ്. ഈ ഹൗസിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഓപ്പണിംഗ് അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോളി ഹൗസിനുള്ളിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമുള്ളിടത്തോളം ചൂട്, അതിനാവശ്യമുള്ള ഹ്യൂമിഡിറ്റി, അതിനാവശ്യമുള്ള എയർ എല്ലാം നമുക്കവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഹൗസസ് ആണ് നമ്മൾ ഈ കോൾഡ് ഏരിയയിലൊക്കെ കൂടുതലും ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഹോട്ട് ഏരിയയിലും. അപ്പോൾ പോളി ഹൗസ് കണ്ടല്ലോ എല്ലാവരും. ഇനി നമുക്കൊരു റെയിൻ ഷെൽട്ടർ കാണാം. ഇത് വളരെ സിമ്പിളാണ്. ഒരു റൂഫ്, പോളിത്തീൻ ഷീറ്റ് കൊണ്ടൊരു റൂഫ് ഇട്ട് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്ട് ദ പ്ലാന്റ് ഫ്രം എക്സസീവ് റെയിൻ. ഓക്കെ, അടുത്തത് പ്രിസൈസ് ഫാമിംഗ്. എന്താണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് പ്രിസിഷൻ ഫാമിംഗ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ഫാമിംഗ്? എന്താണ് ഈ പ്രിസിഷൻ ഫാമിംഗ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Precision farming is a technique that enables maximum production by providing each crop with the required water, nutrients, crop protection materials at the right time and in the right quantity. അല്ലേ? അപ്പോൾ കൃത്യതയോടുകൂടിയുള്ള ഒരു ഫാമിങ്ങിൻ്റെ പേരാണ് പ്രിസിഷൻ ഫാമിംഗ്. കൃത്യമായ ഫാമിംഗ് എന്നാണ് അതിൻ്റെ മീനിങ് തന്നെ, കൃത്യത. എന്താണ് ഈ കൃത്യത എന്ന് ഉദ്ദേശിക്കുന്നത്? പ്ലാന്റ് ഗ്രോത്തിന് കൃത്യമായിട്ട് ആവശ്യമുള്ള വാട്ടർ, ന്യൂട്രിയൻസ് ഒക്കെ അതിന് കറക്റ്റ് റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക. നമുക്കറിയാം, നമ്മളിപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ കുഴിച്ചു വെക്കുന്നു. അപ്പം നമ്മളതിന് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കുന്നു, പെസ്റ്റിസൈഡ് കൊടുക്കുന്നു, വാട്ടർ കൊടുക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓവർ വാട്ടറിങ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ അണ്ടർ വാട്ടറിങ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഓവർ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ചിലപ്പോൾ കൊടുത്തു പോകും, നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അത് കുറവായിരിക്കും കൊടുക്കുക. എന്നാൽ പ്രിസിഷൻ ഫാമിങ്ങിൽ കറക്റ്റായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, കറക്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമുള്ള കറക്റ്റ് ക്വാണ്ടിറ്റി കറക്റ്റ് ടൈമിൽ വാട്ടറും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് കുറച്ച് ടെക്നോളജി ആവശ്യമാണ്, സയൻസ് ആവശ്യമാണ്. സോ പ്രിസിഷൻ ഫാമിംഗ് ഈസ് എ ടെക്നിക് ദാറ്റ് എനേബിൾ മാക്സിമം പ്രൊഡക്ഷൻ ബൈ പ്രൊവൈഡിങ് ഈച്ച് ക്രോപ്പ് വിത്ത് ദ റിക്വയർഡ് വാട്ടർ. അതിനാവശ്യമുള്ളതേ കൊടുക്കത്തുള്ളൂ. റിക്വയർഡ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് ക്വാണ്ടിറ്റി. എന്താ ഈ ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ്? ഒരുപക്ഷെ ഒരു ക്രോപ്പിനെ ഏതെങ്കിലും ഹോർമോൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള മറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മളിപ്പോൾ കൊടുക്കാറുണ്ടല്ലേ, അതിൻ്റെ റൂട്ട് വളരാനും അതിന് കൂടുതൽ പ്ലാന്റിന് കരുത്ത് കിട്ടാനും അത് സ്ട്രോങ് ആകാനും ഒക്കെയുള്ള ചില മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കും? കറക്റ്റ് ക്വാണ്ടിറ്റി കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നു. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ്. സൂക്ഷ്മമായ കൃത്യമായ ഫാമിംഗ് എന്നാണ് ഇതിൻ്റെ മീനിങ്. The advantages of this farming method are the precise use of water and nutrients. കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വാട്ടറും ന്യൂട്രിയൻസും ഉപയോഗിക്കുക. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെഷീനറി ആൻഡ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്നും നമുക്ക് എത്ര കുറഞ്ഞ ഏരിയ ആണെങ്കിലും എത്ര കൂടിയ ഏരിയ ആണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ലാൻഡിൽ നിന്നും നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും. കാരണം എന്താ? നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റി, കറക്റ്റ് വാട്ടർ, കറക്റ്റ് ന്യൂട്രിയൻസ്, കറക്റ്റ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ നൽകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ദ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്.
we got the maximum production from that particular land. ഓക്കെ, ഇനി നമുക്ക് ഓവറായിട്ടുള്ള നമുക്ക് ഇത് എന്താണ് അതിനു വേണ്ടിയുള്ള നമ്മുടെ കോസ്റ്റ് ആകുന്നില്ല. കാരണം കൂടുതൽ ന്യൂട്രിയൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വളമൊക്കെ നമ്മൾ മേടിക്കേണ്ടി വരും. കൂടുതൽ വാട്ടർ ഇറിഗേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് ചിലവുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രിസൈസ് ഫാമിങ്ങിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നു, നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രിസിഷൻ ഫാമിംഗ് ഈസ് ദ റൈറ്റ് മെത്തേഡ്. മൈക്രോ ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ and integrated pest and disease management are the main components of precision farming. അപ്പോൾ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ ലാസ്റ്റ് പോയിന്റ്, മൈക്രോ ഇറിഗേഷൻ. എന്താണ് ഈ മൈക്രോ ഇറിഗേഷൻ? ഓരോ പ്ലാന്റിൻ്റെയും ചുവട്ടിലേക്ക് വാട്ടർ ഒരു അല്പം പോലും പാഴായി പോകാതെ ഡ്രോപ്പായിട്ട് വാട്ടർ അതിലേക്ക് കൊടുക്കുന്നതാണ് മൈക്രോ ഇറിഗേഷൻ. ഇറിഗേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡ്രോപ്പായിട്ട് വീഴുക, ഡ്രോപ്പ്. അല്ലാതെ നമ്മളിങ്ങനെ മാക്രോ ഇറിഗേഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? കുറേ വാട്ടർ നമുക്ക് എന്തായി വേസ്റ്റായിട്ട് പോകും. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ചെടിയുടെയും അതിൻ്റെ റൂട്ടിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മൈക്രോ ഇറിഗേഷനാണ് നടത്തുക. ഡ്രോപ്ലെറ്റ്സ് ആണ് വീഴുക. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ. എന്താണ് ഈ ഫെർട്ടിഗേഷൻ? ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസേഴ്സ് ലിക്വിഡ് രൂപത്തിൽ ഇറിഗേഷൻ വാട്ടറിൻ്റെ കൂട്ടത്തിൽ ചെടിക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ മരുന്നൊക്കെ ഡ്രിപ്പ് ഇടുമ്പോൾ അതിനകത്ത് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ പേഷ്യൻസിനൊക്കെ അവർക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ന് പറയുന്നത് പോലെ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ലിക്വിഡ് ഫോമിൽ ഇറിഗേഷൻ വാട്ടറിൻ്റെ കൂട്ടത്തിൽ കലർത്തി അതിൻ്റെ ചുവട്ടിലേക്ക് കൊടുക്കുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അപ്പോൾ ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ ഫെർട്ടിഗേഷനാണ് നടത്തുക. അതിൻ്റെ കാരണം എന്താണ്? കറക്റ്റ് റൂട്ടിന് ആ ഒരു ഫെർട്ടിലൈസർ ലഭിക്കും, ഫെർട്ടിഗേഷൻ. ദെൻ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെൻറ്റ്. ഡിസീസ് മാനേജ്മെൻറ്റും പെസ്റ്റ് മാനേജ്മെൻറ്റും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യും, രണ്ടും കൂടി ചേർത്ത് ചെയ്യും. അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും. ദീസ് ആർ ദ കമ്പോണൻസ് ഓഫ് പ്രിസിഷൻ ഫാമിംഗ്. സോ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫാമിംഗ് മെത്തേഡ്, ടെക്നിക്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡൈവേഴ്സ് ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ ഫാമിംഗ്? നമുക്കറിയാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ എല്ലാം നമുക്കിപ്പോൾ ഡിജിറ്റൽ മയമാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫാമിങ്ങും ഉണ്ട്. ബിഗ് ഡേറ്റ അനാലിസിസ് ടൂൾസ്. നമുക്ക് ഈ ഡിജിറ്റൽ ഫാമിംഗ് നടത്തണമെങ്കിൽ ബിഗ് ഡേറ്റ അനാലിസിസ് ടൂൾസ് വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം കൂടി ഡിജിറ്റൽ ഫാമിങ്ങിൽ നമ്മൾ സ്വീകരിക്കാറുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്ന് എല്ലാ രംഗത്തും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും സയൻസിലാണെങ്കിലും എവിടെയും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. ഡിജിറ്റൽ ഫാമിങ്ങിലും നമ്മൾ എന്തുപയോഗിക്കുന്നു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദെൻ മെഷീൻ ലേണിംഗ്, ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് മൊബൈൽ ഫോൺ, റോബോട്ടിക്സ്. അപ്പോൾ റോബോട്ടിക്സും മൊബൈൽ ഫോണും അങ്ങനെയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോടുകൂടി നടത്തുന്ന ഒരു ഫാമിംഗ് മെത്തേഡാണ് ഡിജിറ്റൽ ഫാമിംഗ്. അത് ഏറ്റവും സൂപ്പർ ടെക്നോളജിയാണ്, സൂപ്പർ. ഓക്കെ, ദെൻ അടുത്തത് വെർട്ടിക്കൽ ഫാമിംഗ്. രണ്ട് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ 2 പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ ഇത് സ്പേസ് കുറവുള്ള ആളുകൾക്ക് എർബൻ ഏരിയാസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫാമിംഗ് ആണ് വെർട്ടിക്കൽ ഫാമിംഗ്. നമ്മുടെ കോർട്ട്യാർഡ് മാത്രം മതി നമുക്ക് കുറേ ഫാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മുടെ കോർട്ട്യാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂമിലോ ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ വളരെ സ്പേസ് കുറവ് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഇവിടെ ചെടികൾ, പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ. ഓക്കെ, അവിടെ സ്പേസ് ലാഭിക്കുക എന്നുള്ളതാണ് ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം. അതുപോലെ രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കിയേ, ഇവിടെ ഹൈഡ്രോപോണിക് രീതിയിലുള്ള ഒരു വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. ഈ മൈക്രോ ന്യൂട്രിയൻസ് ഫെർട്ടിഗേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലൂടെ ഈ ന്യൂട്രിയൻസൊക്കെ കടത്തിവിട്ട് ഇറിഗേഷനും ഒപ്പം നടത്തി വെർട്ടിക്കൽ രീതിയിൽ പ്ലാന്റ് സെറ്റ് ചെയ്തുകൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിളയിച്ചെടുക്കുന്ന രീതിയാണ് ഈ പറയുന്ന രണ്ടാമത്തെ
ഹൈഡ്രോപോണിക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സ്റ്റഡി ചെയ്യുക, പഠിക്കുക. നമ്മുടെ വീടുകളിൽ നമുക്ക് ഇതുപോലെയുള്ള ന്യൂ മെത്തേഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ഈ രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് വളരെ നല്ലൊരു മോഡേൺ ഇന്നൊവേറ്റീവ് ട്രെൻഡാണ്. ദെൻ ഓർഗാനിക് ഫാമിംഗ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ആ മെത്തേഡ് തന്നെ എന്താണ്? ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക. നോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, നോ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ദാറ്റ് ഈസ് ഓർഗാനിക് ഫാമിംഗ്. This is a farming method that relies on organic pesticides, compost, green nutrient manures, crop rotation, machinery and like. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? This is a method, farming method that relies on, that depend on organic pesticides. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ തന്നെ വെളുത്തുള്ളി കൊണ്ടോ അല്ലെങ്കിൽ പല രീതിയിൽ അല്ലേ കാന്താരിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കും. ടീച്ചർ കാന്താരി ഉപയോഗിച്ച് വെളുത്തുള്ളി ഉപയോഗിച്ച് ഒരു പെസ്റ്റിസൈഡ് അത് മിക്സിയിൽ അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിനെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് നോക്കി. വളരെ എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്. നമുക്ക് എല്ലാ പെസ്റ്റുകളെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നു അല്ലേ. നമ്മുടെ എന്താണ് എല്ലാ വീട്ടിലെ എല്ലാ വേസ്റ്റുകളും ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ദെൻ ഗ്രീൻ മാനുവേഴ്സ്, നമ്മുടെ ലീഫൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗ്രീൻ മാനുവേഴ്സ്, ക്രോപ്പ് റൊട്ടേഷൻ, മെഷീനറി, ഓൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് തിങ്സ് വി യൂസ് ഇൻ ഓർഗാനിക് ഫാമിംഗ്. ഇറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സിന്തറ്റിക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസീസ്, ക്യാൻസർ പോലുള്ള ഡിസീസസ് ഉണ്ടാക്കുന്നതാണ് ഈ സിന്തറ്റിക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അതിനെ നമ്മൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നു ഓർഗാനിക് ഫാമിങ്ങിൽ. വി കംപ്ലീറ്റ്ലി അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സിന്തറ്റിക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റ്സ് ആൻഡ് ഓർഗാനിക്കലി മോഡിഫൈഡ് സീഡ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ്. ഇവിടെ ഓർഗാനിക്കലി മോഡിഫൈഡ് സീഡ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. സീഡൊക്കെ നമ്മൾ കറക്റ്റ് നല്ല സീഡ് തന്നെയാണ് ഉപയോഗിക്കുക. മോഡിഫൈഡ് സീഡ്സ് ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്തിനെ നമ്മൾ പ്രത്യേക രീതിയിലൊന്നും റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, വി അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് വി യൂസ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, കമ്പോസ്റ്റ്, ഗ്രീൻ മാനുവേഴ്സ് എക്സെട്ര, ആൻഡ് വി ഓൾസോ അവോയ്ഡ് സിന്തറ്റിക് കെമിക്കൽ pesticides and we use organic pesticides. That is the only thing we use in organic farming. We do not use any type of modified seeds or plant growth regulations etc. We avoid all those things. Okay, we use organic pesticides and organic manures, compost, green manures etc. etc. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ന്യൂ ട്രെൻഡ്സ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. 6 ടൈപ്പ് ഓഫ് ന്യൂ ട്രെൻഡ്സ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് ഇതൊക്കെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ചലഞ്ചസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. ഇതൊരു ഒരു ലോങ് പോർഷനാണ്, കുറച്ച് ഉള്ള ഒരു പോർഷനാണ്. എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.